ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ ഒരു വീഡിയോ നമ്മുടെ ലാസ്റ്റ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് വേണേൽ പറയാം. കാരണം അതിൽ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം കൊറിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക്. പക്ഷേ ഇത് പാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതിലേക്കുള്ള തെർമോക്കോൾ ഇല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നേരെ രാവിലെ തന്നെ തെർമോക്കോൾ വാങ്ങാൻ വേണ്ടി പോയി. തെർമോക്കോൾ വാങ്ങിച്ച് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈയിടെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ളൊരു കാര്യം മറവിയാണ്. എന്താണെന്നറിയില്ല, എല്ലാം അങ്ങോട്ട് മറന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിംഗ് റാപ്പ് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാനപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ക്ലിംഗ് റാപ്പൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിക്ക് ഒരു മീറ്റ് റോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്ന് കുറച്ച് സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുക്ക് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം തന്നെ ഈ ഫ്രെയിമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ഈ ക്ലിംഗ് റാപ്പ് കൊണ്ട് സെക്യൂർ ചെയ്ത് കൊടുക്കും. ഗ്ലാസ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നല്ലൊരു പാക്കിങ് ഇതിന് അത്യാവശ്യമാണ്. ഇത്രയും സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിം ഇതുവരെ ഡാമേജ് ആയിട്ടില്ല. ഇനി ഇതിൽ അഡ്രസ്സും കൂടി എഴുതാനുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേഗം മീറ്റർ എടുത്ത് കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ എന്തോ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഫ്രെയിംസ് ഒന്നും ഇന്ത്യ പോസ്റ്റ് ത്രൂ കൊറിയർ ചെയ്യാറില്ല. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്യാരണ്ടി അവർ തരില്ല എന്നുള്ള കാര്യം. സോ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ DTDC ത്രൂ ആണ് ഞാൻ ഫ്രെയിംസൊക്കെ കൊറിയർ ചെയ്യുന്നത്. ഷിപ്പിംഗ് ചാർജസ് കുറച്ച് ഹൈ ആണ് DTDC ആകുമ്പോഴത്തേക്കും. പക്ഷേ സേഫായിട്ട് അവിടെ എത്തുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊറിയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. ആ ഒരു ഹാമ്പറിൽ വെക്കാൻ വേണ്ടി ഓർണമെൻറ്റ്സ് എടുക്കാൻ ഞാൻ ഉർവശിയിലാണ് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കളക്ഷനൊക്കെ ഒരുപാട് ഇഷ്ടമായി. പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര ഷോക്കുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഞാനൊരു പർട്ടിക്കുലർ ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പോലും അവർ അങ്ങനത്തെ ഇല്ലയെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരറിയില്ല എന്നൊക്കെ പറഞ്ഞു പോയി. സോ ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അവരുടെ. അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും വാങ്ങിച്ചില്ല. ഞാൻ അവിടെ കുറേ നേരം നിന്നിട്ടും എൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള ബസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ വന്നുകൊണ്ടിരുന്നതൊക്കെ ഫോർട്ട് കൊച്ചി ബസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ കുറച്ച് നേരം ഫോർട്ട് കൊച്ചി ബീച്ചിലൊക്കെ പോയിരിക്കാമെന്ന്. പിന്നെയാണ് വേറൊരു കാര്യം ഓർത്തത്, അറേബ്യൻ പാലസ് ഫോർട്ട് കൊച്ചി വന്നിട്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് മന്തി കിട്ടുന്നൊരു സ്പോട്ടാണ് അറേബ്യൻ പാലസ്. പക്ഷേ അവിടെ നിന്ന് ഞാൻ എപ്പോഴും കഴിക്കുന്നത് പെരി പെരി അൽഫാം മന്തിയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത സ്പൈസി മന്തി നല്ലതാണെന്ന്. സോ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാനും കൂടിയിട്ടാണ് വന്നത്. ഈ വരവിന് അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ സ്പൈസി മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടേയില്ല. തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ടേസ്റ്റിന് അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് ബഡ്സിന് അതൊട്ടും മാച്ചായില്ലായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഡിസപ്പോയിൻറ്റഡായി. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബീച്ചിലൊന്നും കയറാൻ നിന്നില്ല. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുവാണ്. ഇതൊരു മൂക്കുത്തിയാണ്. എനിക്ക് ഇങ്ങനത്തെ റിങ് ഭയങ്കര ഇഷ്ടമാണ്. സോ ബ്ലാക്ക് കളർ കണ്ടപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ ഒരു മോതിരം ആ ഒരു ഹാമ്പറിൽ വെക്കാനും ഒരെണ്ണം എൻ്റെ അനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വാങ്ങിച്ചതാണ്. പിന്നെ ഈ ലിപ്പ് ലൈനറൊക്കെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷാർപ്പനർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര അത്യാവശ്യമാണ് എനിക്ക്. സോ അതൊരെണ്ണം വാങ്ങി. പിന്നെ മമ്മീനെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് 2-3 ജുംകാസ് മമ്മി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ജുംകാസൊക്കെ ആണെങ്കിലും പല പല മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഇഷ്യൂ കാരണം തന്നെ നല്ലോണം മനസ്സറിഞ്ഞ് ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല റേറ്റ് കുറവുള്ള പ്രോഡക്റ്റ്സൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് മമ്മി എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചാണ്. എന്തായാലും ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. കളക്ഷൻസ് ഉണ്ടെങ്കിലും റേറ്റ്സൊക്കെ അത്ര റീസണബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല കത്തിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ ഹാമ്പറിലേക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായി. പക്ഷേ ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങാനുണ്ട്. അത് നാളെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മമ്മി എന്തായാലും നാളെ ഈവനിങ് പോകും എന്നാണ് പറഞ്ഞത്. സോ എനിക്ക് രാവിലെ ടൈമുണ്ട് ചോക്ലേറ്റ് വാങ്ങാനും സെറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ റീല് ഞാൻ സ്മോൾ ബിസിനസ് പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.